എല്ലാവർക്കും നമസ്കാരം. സൈലന്റ് നീറ്റ് ഇൻഫോ സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മളൊരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു, നീറ്റിന്റെ ഡിഫറെന്റ് സ്റ്റെപ്സ്, വാട്ട്സ് നെക്സ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആ സമയത്ത് പലരും ചോദിച്ചൊരു ചോദ്യം, ഞങ്ങളുടെ റാങ്ക് അനുസരിച്ചിട്ട് എവിടെയാണ് പ്രവേശനം കിട്ടുക, കട്ട് ഓഫ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു. ഇന്ന് നമ്മളൊരു കുഞ്ഞു വീഡിയോ ആണ് കട്ട് ഓഫ് ആയിട്ട് ബന്ധപ്പെട്ട. അനവധി വീഡിയോകൾ ഓൾറെഡി നിങ്ങൾ കട്ട് ഓഫ് ആയിട്ട് ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും, അല്ലെ, അനുഭവിച്ചിട്ടുണ്ടാവും. അതിന്റെ ടെൻഷനിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. പക്ഷെ വളരെ സിമ്പിളായിട്ട് ഒരു കട്ട് ഓഫ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ എപ്പോഴും നമുക്ക് ഒരാൾക്കും, അത് ഈ ഫീൽഡിൽ എത്ര വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്കും കട്ട് ഓഫ് കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഓരോ വർഷത്തെ എക്സാംസിന്റെ മാറി മാറി വരുന്ന അതിന്റെ ലെവല്, അതേപോലെ തന്നെ അത് എഴുതിയ കുട്ടികളുടെ എണ്ണം, അല്ലെങ്കിൽ നമുക്ക് മുൻ വർഷങ്ങളിൽ നിന്ന് സമയത്തിലുണ്ടാകുന്ന വ്യത്യാസം, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള കട്ട് ഓഫ് പ്രവചിക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ടാണ് നമ്മളൊരു റേഞ്ച് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഇതിൽ തീർച്ചയായിട്ടും ചെറിയ വേരിയേഷൻസ് ഉണ്ടായേക്കാം. അപ്പൊ നമ്മൾ കുറച്ച് റിസർച്ച് ഒക്കെ ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു റേഞ്ച് ആണ്, അതായത് പല രീതിയിൽ ഡാറ്റ അനാലിസിസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ റേഞ്ച് ആണ്. അപ്പൊ അത് വെച്ചിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് നമുക്ക് നേരിട്ട് പോവാം. MBBS കട്ട് ഓഫ് എന്ന് പറയുന്നത് ഈ വർഷത്തെ 2 രീതിയിലുള്ള അഡ്മിഷനാണ് നടക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആദ്യമായിട്ട് നടക്കുന്ന അഡ്മിഷൻ ഓൾ ഇന്ത്യ കോട്ടയിലാണ്. ഓൾ ഇന്ത്യ കോട്ട എന്ന് വെച്ചാൽ നമുക്കറിയാം, കന്യാകുമാരി മുതൽ കാശ്മീർ, നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ അല്ലെ, ഇന്ത്യയുടെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെയുള്ള കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഏത് ഗവൺമെന്റ് കോളേജുകളിലും പിന്നെ ചില ഡീംഡ് യൂണിവേഴ്സിറ്റികളിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന MBBS പ്രവേശനം നേടാം. 15% സീറ്റാണ്. ഓരോ സംസ്ഥാനത്തും 15% സീറ്റ് നമുക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആന്ധ്രാപ്രദേശിൽ പോകുമ്പോൾ അവിടുത്തെ ടോട്ടൽ സീറ്റ് 1000 ആണെങ്കിൽ അതിന്റെ 15% സീറ്റ്സ് 150 സീറ്റ്സ്. ഒരു എക്സാമ്പിൾ പറയാണ്, ഇനിയിപ്പോ കർണാടകത്തിലെ ടോട്ടൽ സീറ്റ് 1000 ആണെങ്കിൽ അതിന്റെ 150 സീറ്റ്സ് നമുക്ക് കിട്ടും. ടോട്ടൽ സീറ്റ് 1000 അല്ല, ഒരു എക്സാമ്പിൾ പറഞ്ഞത്. അപ്പൊ അങ്ങനെ നമുക്ക് ഓൾ ഇന്ത്യ ക്വാട്ട എത്ര, അതായത് നിങ്ങൾ ഓൾ ഇന്ത്യ കോട്ടയിൽ അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തും പോകാൻ റെഡി ആണെങ്കിൽ, കാരണം നിങ്ങൾക്കറിയാം നോർത്ത് ഈസ്റ്റിലേക്കൊക്കെ എത്തുന്ന സമയത്ത് താരതമ്യേന കുറഞ്ഞ മാർക്കുകൾക്കൊക്കെ പ്രവേശനം കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വർഷം നമുക്ക് ഒരു ഓൾ ഇന്ത്യ കോട്ട വഴി ജനറൽ വിഭാഗത്തിലൊരു കുട്ടിക്ക് ഒരു 620, 630 റേഞ്ചിൽ സ്കോർ കിട്ടിയ ഒരു കുട്ടിക്ക് ഓൾ ഇന്ത്യ കോട്ടയിൽ ജനറൽ വിഭാഗത്തിൽ അഡ്മിഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ നിങ്ങൾ OBC, അതേപോലെ തന്നെ മുസ്ലിം, മുസ്ലിം അല്ലെങ്കിൽ OBC കാറ്റഗറി, അല്ലെങ്കിൽ മുസ്ലിം കാറ്റഗറി, SC/ST കാറ്റഗറി, PWD, അതേപോലെ തന്നെ EWS റിസർവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം. ഇത് ഞാൻ അതിന്റെ താഴത്തേക്കാണ് പോവുക ഉറപ്പായിട്ടും. അപ്പോൾ ഒരു ജനറൽ വിഭാഗത്തിൽ യാതൊരു റിസർവേഷൻ ഇല്ലാത്തൊരു കുട്ടിക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെന്റ് MBBS സീറ്റ് ഓൾ ഇന്ത്യ കോട്ടയിൽ കിട്ടാൻ 620 മുതൽ 630 വരെയുള്ള ഒരു മാർക്കാണ് ഇപ്രാവശ്യം കണക്കാക്കുന്നത്. ഓക്കെ. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം പല കുട്ടികളും ചോദിച്ചിരിക്കുന്നത്, കേരളത്തിലെ ഗവൺമെന്റ് MBBS സീറ്റുകളിലേക്ക് പ്രവേശനം കിട്ടാൻ എത്ര മാർക്ക് വേണം? ഏകദേശമാണ് പറയുന്നത്. 640 എന്ന് പറയുന്നുണ്ട്, 635 എന്ന് പറയുന്നുണ്ട്, 630 എന്ന് പല കേസിലും പറയുന്നുണ്ട്. പക്ഷെ എന്റെ ഒരു അപ്രോക്സിമേറ്റ്, എന്റെ ഒരു അനാലിസിസ് വഴി എനിക്ക് തോന്നുന്നത് 640 ഒക്കെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒരു 645 to 660, 645, 660 റേഞ്ചിൽ മാർക്ക് കിട്ടിയ കുട്ടിക്ക് കേരളത്തിൽ എവിടെയെങ്കിലും ഇപ്രാവശ്യം ഒരു ഗവൺമെന്റ് MBBS സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്രോക്സിമേറ്റ് ആയിട്ടാണ് പറയുന്നത്, ഒരു പ്രഡിക്ഷൻ ആണ്. അപ്പൊ ദയവേത് ഇത് കറക്റ്റ് ആയിട്ട് ഇത്ര എന്ന് പറയരുത്. കാരണം ഒരുപാട്, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അതിന്. എന്നാലും നമുക്ക് ഇപ്രാവശ്യം കേരളത്തിൽ ഒരു MBBS സീറ്റ് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഗവൺമെന്റ് കോളേജിൽ വളരെ കുറഞ്ഞ ഫീസിൽ 25,000 ഫീസിന്റെ അകത്തെ ഒരു ഗവൺമെന്റ് കോളേജിൽ സീറ്റ് കിട്ടണമെങ്കിൽ 640, 645 മുതൽ 660 വരെ ആ റേഞ്ചിലുള്ള ഒരു മാർക്കുള്ള കുട്ടികൾക്കാണ് സാധ്യതയുള്ളത് എന്നാണ് നമ്മളിപ്പോ അനുമാനിക്കുന്നത്, അല്ലെ. മൂന്നാമത്തത്, കേരളത്തിൽ നിങ്ങൾക്കറിയാം ഒരുപാട് പ്രൈവറ്റ് കോളേജസ് ഉണ്ട്. അതിന്റെ വീഡിയോസ് ഞാൻ പിന്നാലെ ചെയ്യുന്നുണ്ട്. ഈ പ്രൈവറ്റ് കോളേജസിൽ സെൽഫ് ഫിനാൻസിങ്, അത് രണ്ടൊന്നും തന്നെ, സെൽഫ് ഫിനാൻസിങ് അഥവാ പ്രൈവറ്റ് കോളേജുകൾ നമ്മൾ കണക്കാക്കുന്ന റേഞ്ച് ഒരു 550, 560, യാതൊരു റിസർവേഷൻ ഇല്ലാത്തൊരു കുട്ടിക്ക് 550, 560. പക്ഷെ അതിന്റെ ഒരു 8.5 to 10 lakhs ആ റേഞ്ചിലായിരിക്കും വാർഷിക ഫീസ് വരുന്നത്. അത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 550, 560 റേഞ്ചിൽ ഈ വർഷം സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. ഈ വർഷം സീറ്റ് ഉറപ്പുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്, പ്രത്യേകം ശ്രദ്ധിക്കണം. 550, 560 റേഞ്ചിൽ ഓൾമോസ്റ്റ് 8.5 to 10 lakhs ആ റേഞ്ചിൽ വാർഷിക ഫീസ് വരുന്ന സ്വാശ്രയ കോളേജുകളിൽ സീറ്റിന് സാധ്യതയുണ്ട്. പിന്നെ മറ്റ് കോഴ്സുകളൊക്കെ നോക്കുന്ന സമയത്ത് BDS, കേരള ഗവൺമെന്റ് കോളേജുകളിൽ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ BDS കിട്ടുന്ന ഒരു 550, 600 റേഞ്ചാണ് BDS നമ്മൾ കണക്കാക്കുന്നത്. തീർച്ചയായിട്ടും സെൽഫ് ഫിനാൻസിങ് BDS അതിന്റെ വളരെ താഴത്തേക്ക് പോകും. സെപ്പറേറ്റ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, സെൽഫ് ഫിനാൻസിങ് വീഡിയോന്റെ BDSന്റെ. പിന്നെ അതുപോലെ തന്നെ വെറ്റിനറി, ഇപ്പൊ നല്ല ഡിമാൻഡിങ് ആണ് വെറ്റിനറി. അതുകൊണ്ട് തന്നെ ഒരു 595, 605 റേഞ്ചിൽ, കാരണം വെറ്റിനറിന്റെ സീറ്റും കുറവാണ്. അപ്പൊ വെറ്റിനറി ഇപ്രാവശ്യം ഒരു 595 to 605 ആ റേഞ്ചിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം വെറ്റിനറിയുടെ ഓരോ റേഞ്ച് ഓരോ വർഷം കൂടി വരികയാണ്. പിന്നെ ആയുർവേദം നമുക്കൊരു 530 to 550 അതിലേക്ക് താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് 2ാം റൗണ്ടൊക്കെ എത്തുമ്പോഴേ കറക്റ്റ് അറിയാൻ വേണ്ടി പറ്റും.
അപ്രോക്സിമേറ്റ് ആയിട്ട് ആയുർവേദം നമുക്കൊരു 530-550 റേഞ്ചിലേക്ക് ആയുർവേദ പറയാം. പിന്നെ ഹോമിയോ ആണെങ്കിൽ നിങ്ങൾക്ക് 535-550 ഒരു 535-550 റേഞ്ചിൽ മാർക്ക് കിട്ടിയ ഒരു കുട്ടിക്ക് ഗവൺമെന്റ് കോളേജുകളിൽ ഹോമിയോ, അതായത് ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ കോളേജുകളിൽ BHMS കോഴ്സ് ചെയ്യാം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കോഴ്സാണ് BSc അഗ്രികൾച്ചർ. BSc അഗ്രികൾച്ചർ ഇപ്രാവശ്യം നമ്മൾ പൊതുവെ അഗ്രികൾച്ചറിന് ഡിമാൻഡ് കൂടുന്നുണ്ട്. ഒരു 550 മുതൽ 570 വരെയുള്ള റേഞ്ചിലാണ് നമുക്ക് ഈ BSc അഗ്രികൾച്ചർ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഈ ഒരു റേഞ്ച് ഞാൻ തന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു പല കുട്ടികളും ഇന്നലത്തെ ലൈവിൽ പറഞ്ഞു ഞങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, എന്താ ചെയ്യേണ്ടത്, ഒരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ ഈ വർഷം അഡ്മിഷൻ കിട്ടുമോ. ഇനി ഇത് കൂടാതെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട മറ്റ് സംഗതികൾ എന്ന് വെച്ചാൽ കർണാടക, തമിഴ്നാട് ഇവിടങ്ങളിലുള്ള സെൽഫ് ഫിനാൻസിങ് കൂടെ അതിന്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ MBBS BDS സാധ്യതകൾ മനസ്സിലാവും. അപ്പോൾ കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് തരുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.